ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നമ്മളൊരുപാട് ടൈപ്പില് മുട്ട റോസ്റ്റും മുട്ടക്കറിയൊക്കെ ആയിട്ട് ഒരുപാട് പലതരത്തില് ഉണ്ടാക്കലുണ്ടാവൂല്ലേ? അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ കാണിക്കുന്നത്. മുട്ട റോസ്റ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ഒരു മുട്ടക്കറി എന്നും പറയാം. ഒരു സൂപ്പർ വെറൈറ്റി ഡിഷാണ്. അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയത് നല്ലൊരു അപ്പം കൂടിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി. ആദ്യം തന്നെ ഞാനിപ്പോൾ അപ്പത്തിനുള്ളത് അവിടെ അരച്ച് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ മിനിമം നമ്മളിത് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. സാധാ വൈറ്റ് പച്ചരിയാണ്. ആ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് സോക്ക് ചെയ്തത്. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ഞാനിതാ ഊറ്റിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ചോറാണ്. നമ്മൾ ഏത് അരി വെച്ചിട്ടാണോ ചോറ് ഉണ്ടാക്കുന്നത്, കുറുവയോ പൊന്നിയോ ഏതാണെന്ന് വെച്ചാൽ 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു അരച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയാണ് ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു മിക്സി ഒന്ന് നമുക്ക് കഴുകി ഒഴിക്കുകയും വേണമല്ലോ. ഒരു ഇത്തിരി ലൂസാക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ഈ ഒരു അളവിലേക്ക് ഉപ്പ് എടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ നമുക്ക്. അപ്പോൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുറേ നേരം വെക്കുകയാണ്, തലേന്നൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടിയില്ല കേട്ടോ. ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന സമയം മാത്രമേ നമ്മളിതിവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ആ പുളിപ്പ് വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫെർമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തലേന്നൊക്കെ അരച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ മുന്നേ ഒക്കെ അരച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസത്തോടു കൂടി ഇത് ഫെർമെൻ്റ് ആയിട്ട് വരും. പക്ഷേ അങ്ങനെ എനിക്ക് വേണ്ടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈസ്റ്റ് ചേർത്തിട്ട് ഇതാക്കുന്നത്. ഇത് ചേർക്കുന്ന സമയത്ത് സെറ്റാവും, പക്ഷേ പുളിപ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ അത് അവിടെ അരച്ച് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. 2 മീഡിയം സൈസുള്ള ഉള്ളി നല്ല ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത്. ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വാടി വന്നോളൂ. ഇപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കേട്ടോ. മുട്ടക്കറി ആയതുകൊണ്ട് ഒരുപാട് വേണ്ട. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മീഡിയം സൈസുള്ള തക്കാളി ഞാൻ അരച്ചെടുത്തതാണ്. ചെറുതാണ്, വലുതല്ല, ചെറിയ ടൈപ്പിലുള്ള ആ ഒരു തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. ആ ഒരു തക്കാളി നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചാലും ആ ഒരു വെള്ളം അതിലുണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റി വരുന്നവരെ നന്നായിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് ടൈം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ആയി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, അതിലത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ മേലെ അങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരും. ഈ ഒരു രീതിയിലാകുന്ന വരെയാണ് നമുക്ക് ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ, അതും 1/2 ടീസ്പൂൺ തന്നെ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ കേട്ടോ. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അതിനൊന്ന് വാട്ടിയെടുക്കുക. അതിനൊരു പച്ചമുളക് ഒന്ന് മാറുന്ന വരെ. അങ്ങനെ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഒരു കൈപ്പിടി നിറച്ച് മല്ലിച്ചപ്പും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറിൻ്റെ ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ഇട്ടാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടെ ഞാൻ നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്തത് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വയറ്റി ഇതിനെ വറ്റിച്ചെടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ചേർത്താലും ലൂസായി പോകില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, തിള വന്നപ്പോൾ തന്നെ അത് നല്ല കട്ടിയിൽ വന്ന്. ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2ആയിട്ട് മുറിച്ചതാണ് കേട്ടോ. 2-3 ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള 6 മുട്ടയാണിത്. അത് മിക്സ് ചെയ്തതിന് ശേഷം അധികം മുട്ട ഒന്നും ഉടഞ്ഞു പോവാണ്ട്, കാരണം നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ മുട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഉടഞ്ഞു പോവാണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രേവി ഇതിൻ്റെ മേലേക്ക് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി.
അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതൊരു ധാബ സ്റ്റൈലിലുള്ള അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മളിതാ ആ ഒരു കറി വെക്കണ സമയം ഒരു ഉള്ളത് പറഞ്ഞാൽ ഒരു 20 മിനിറ്റാണ് ഞാനിതിവിടെ വെച്ചത് കേട്ടോ, അരച്ച് വെച്ചത്. അപ്പോഴത്തേക്കും നമ്മളെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല കുറുകുറാന്നുള്ള നല്ല സെറ്റായിട്ട് വന്നിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈസ്റ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നേരത്തെ അരച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇതിൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ ചെറിയ തട്ടുദോശ സ്റ്റൈലിൽ ആ ഒരു രീതിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി ദോശ പോലല്ലേ, അങ്ങനെയാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓരോ തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 എണ്ണം ഒരേ സമയത്ത് നമുക്ക് ആയിട്ട് കിട്ടും. ഇത് നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ കുമ്പളകൾ വരും, ഇങ്ങനെ ഓട്ട ഓട്ട വരില്ല, അങ്ങനെ നിറച്ച് ഇങ്ങനെ ഹോൾസൊക്കെ വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യം ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓട്ട ഓട്ട വരും. ഒന്നിങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. പെട്ടെന്നാവും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു പുളിപ്പ് രസം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നത്. വല്ലപ്പോഴും പുളിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. എപ്പോഴും അങ്ങനെ ആ ഒരു പുളിയുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അരിദോശ എന്നാണ് പറയുക. അപ്പം എന്നല്ല പറയുക, ശരിക്കും അരിദോശ എന്നാണ് നമ്മൾ പറയുക. പക്ഷേങ്കിൽ അപ്പം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ മാവാണല്ലോ ഇത്. ചോറും തേങ്ങയും അരിയും കൂട്ടി അരക്കുന്നത് ശരിക്കും അപ്പത്തിൻ്റെ ആ ഒരു കൂട്ടാണ്. അപ്പോൾ അത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള അടിപൊളി അപ്പാണിത്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. വേഗം ആവുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ കുഴയ്ക്കുക, പരത്തുക അങ്ങനത്തെ ഒന്നും ഒരു പണിയും ഇല്ലല്ലോ. അങ്ങനത്തതാകുമ്പോൾ ഈസി ആയിട്ട് കഴിയും. അരി അരച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ ആണെങ്കിൽ നേരത്തെ അരച്ച് വെക്കുകയും വേണ്ട. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയം തന്നെ മതി. ഒരു കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവ് സെറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതിന് പുളിപ്പും ഉണ്ടാവില്ല. ഈ പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ വലിയ പുളിയും ഉണ്ടാവില്ല. ആ ഒരു ടേസ്റ്റ് തന്നെ തിന്നുകയും ചെയ്യാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് അപ്പം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കറിയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തു കേട്ടോ. ഈ ഒരു കറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല കാണാൻ. അതേപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റാണ്. ചില നോൺ വെജൊക്കെ നമ്മളിപ്പോൾ ഇറച്ചിയോ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു കസൂരി മെത്തിയൊക്കെ ചേർത്ത് ഇത്രയും നമ്മൾ വറ്റിച്ചെടുത്ത് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു ടിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ഗ്രേവിയും ഈ ഒരു മുട്ട ഉണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ ഉറപ്പ് തരുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി നല്ലൊരു വെറൈറ്റി ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.